ശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഉപാധികളോടെ കർശന വ്യവസ്ഥകളോടുകൂടി സർക്കാരിന് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, സാമ്പത്തിക വരവ് ചെലവുകളുടെ കണക്ക് ഉറപ്പിക്കണം. അയ്യപ്പ സംഗമത്തിന് ഉപാധികളുടെ അനുമതി. പ്രകൃതിക്ക് ഹാനികരമായി ഒന്നും സംഭവിക്കാൻ പാടില്ല. പമ്പയുടെ പരിശുദ്ധി കാക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഒപ്പം പ്രതിനിധികൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവരുത്. സാധാരണ ഭക്തരെ വലയ്ക്കരുത്. അരുൺ കൊടുങ്ങൂർച്ചേരിയാണ് വിശദാംശങ്ങൾ. അരുൺ, ഇത് ധർമ്മത്തിന്റെ വിജയം കൂടിയായി. തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം തുടക്കത്തിൽ മുതൽ നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അത് കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ ഉപാധികളോടെ കൃത്യമായ നിയന്ത്രണത്തോടെയുള്ള ഒരു അനുമതിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം 3000-ലധികം ഭക്തർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. എവിടെ സ്റ്റേജ് നിർമ്മിക്കും, അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ എവിടെ നിർമ്മിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കുഴപ്പമുണ്ട്. അത് പമ്പയുടെ പരിശുദ്ധിക്ക് യാതൊരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാകാതെ വേണം ഇത്തരം ഒരു സംഗമം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി മറ്റ് ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കർശനമായി പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സാമ്പത്തികത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ തന്നെയാണ്. അതായത് സ്പോൺസർമാരെ ഉപയോഗിച്ച് ശബരിമലയിൽ വലിയ വികസനങ്ങൾ നടത്തുമെന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിന് കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യം അത് കോടതിയെ തന്നെ ധരിപ്പിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. കാരണം നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശനമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ഹാനികരമാകുന്ന ഒരു ഇടപെടലും അവിടെ ഉണ്ടാക്കരുത്. കാരണം പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ക്ഷേത്രമാണ്, കാലിന് നടുവിലുള്ള ക്ഷേത്രമാണ് ശബരിമല. പരിപാടി വേണമെങ്കിൽ നടത്തിക്കോളൂ, പക്ഷേ തോന്നിയ പോലെ ഒരു പരിപാടി വേണ്ട എന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ്. പ്രധാനമായും പറഞ്ഞ 3 കാര്യങ്ങൾ അതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ധാർമ്മികമായൊരു വിജയം കൂടിയാണിതിൽ. നമ്മളുടെ ആശങ്ക പ്രധാനമായി വരുന്നത്, ഒന്ന്, ശബരിമലയുടെ വിശേഷിച്ച് പമ്പയുടെ പവിത്രത അത് മാനിക്കാതെയുള്ളൊരു പരിപാടി പാടില്ല എന്ന ചോദ്യം. അത് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പമ്പയുടെ പരിശുദ്ധി കാക്കണം. രണ്ടാമത്തെ കാര്യം, തോന്നിയ പോലെയുള്ള പിരിവ്, വരവ് ചെലവ്, സ്പോൺസർഷിപ്പ് അവിടെ ഇവിടെയൊക്കെ കൊട്ടിഘോഷിച്ചുള്ള ഓരോ മാനദണ്ഡങ്ങൾ, ഇതെന്താണിത്? ഈ സുതാര്യത എങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടത്? അയ്യപ്പൻ്റെ പേരിൽ, ശാസ്താവിൻ്റെ പേരിൽ ഇങ്ങനെയൊരു പണപ്പിരിവ് ഇത് എവിടെ ചെന്ന് എത്തിക്കും എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഇതിനൊക്കെ ഒരു സുതാര്യത വേണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറ്റില്ല, കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു. മൂന്നാമത്തെ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം, സാധാരണ ഭക്തരുടെ അവകാശം അത് ഹനിക്കപ്പെടരുതെന്ന്. നേരത്തെ 2 ദിവസം വെർച്വൽ ക്യൂ സംവിധാനം അപ്പാടെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക, നിങ്ങൾ ആരും വരണ്ട എന്നങ്ങ് തീരുമാനിക്കുക. ഇത് ഇവർക്ക് തീരുമാനിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതും ചോദ്യം ചെയ്തിരിക്കുന്നു. സാധാരണ ഒരു ഭക്തനും ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, VVIPകൾ പണം നൽകുന്നതനുസരിച്ച് അവർക്ക് ഗംഭീര സൗകര്യം ഒരുക്കാൻ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല എന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു പ്രതിനിധികൾക്ക് ഒരു തരത്തിലുമുള്ള പരിഗണനയും കൊടുക്കരുതെന്ന്. ആ അർത്ഥത്തിലാണ് ഇതൊരു ധാർമ്മിക വിജയമായി നമ്മൾ കാണേണ്ടത്, അല്ലേ? തീർച്ചയായും അത് കൃത്യമായി തന്നെ ശ്യാംബാബു വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യം മുതൽ തന്നെ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ആവർത്തിച്ച് നടത്തിയ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒന്നിനു പോലും ഉത്തരം നൽകാതെ, കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു. പക്ഷേ അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ചോദ്യം ചോദിച്ചിരുന്നു. കൃത്യമായി തന്നെ ഹൈക്കോടതി അവരിൽ നിന്ന് തന്നെ ഉത്തരം വാങ്ങിയിരുന്നു. അതിനുള്ളിലെ പൊള്ളത്തരം കൃത്യമായി തന്നെ ഹൈക്കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് പഴുതടച്ചുള്ള കൃത്യമായ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. നമ്മൾ പ്രകടിപ്പിച്ച 3 ആശങ്കകൾ, ആ 3 ആശങ്കകൾക്കും കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഒന്ന്, പമ്പയുടെ കാര്യത്തിലാകട്ടെ, 2, സാമ്പത്തിക ഇടപാടുകളിലാകട്ടെ. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്ത ആ ഒരു വാർത്ത, വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഉണ്ടായ നിയന്ത്രണം, അല്ലെങ്കിൽ ഒരു തരത്തിലും ഭക്തരെ അവിടേക്ക് കയറ്റാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ കൃത്യമായി ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം ഇന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും
ബുദ്ധിമുട്ടും ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് പവിത്രമായ പമ്പയിൽ നടക്കുന്ന ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം, ഏറ്റവും ശക്തമായ ഒരു നിർദ്ദേശം കൂടി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക സൗകര്യങ്ങളൊന്നും ഒരുക്കരുത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ചോളം VIP ദർശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. കൃത്യമായി തന്നെ അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വരുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക തുടരാമോ? ആ ഒരു വിലയിരുത്തലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ധർമ്മ സംരക്ഷണത്തിന്റെ മുൻനിര പോരാളിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി എപ്പോഴും പറയുന്ന അരുൺ കൊടുങ്ങൂർ. അരുൺ, ഒരു നിമിഷം, കൃത്യമായി തന്നെ ഇതിലൊരു വിലയിരുത്തൽ ആവശ്യമാണ്. അതിനു മുമ്പ് ഇന്ന് കോടതിയിൽ നടന്നത്, പ്രധാനമായും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് വേഗത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. രേഷ്മ ബാബു, ഞങ്ങളുടെ ഹൈക്കോടതി കറസ്പോണ്ടന്റ് ചേരുകയാണ്. രേഷ്മ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് ഒന്ന് പറയാമോ? ആഗോള അയ്യപ്പ ഭക്ത സംഘം അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 4 ഹർജികളായിരുന്നു ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം നടത്താനായിട്ട് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഒരു ഘട്ടത്തിലും യാതൊരു കാരണവശാലും ഹരിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനുമാണ് ഹൈക്കോടതി ഈ ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി മുന്നോട്ട് വെച്ച എല്ലാ മാർഗനിർദ്ദേശങ്ങളും കർശനമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ വേണം അയ്യപ്പ സംഗമം നടത്താനായിട്ട്. പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് സംഗമം നടത്താം. അത് മാത്രവുമല്ല, ശബരിമലയുടെ പരിപാവനത, ഒപ്പം തന്നെ പവിത്രത, ഇതിനെയൊന്നും തന്നെ യാതൊരു കാരണവശാലും അയ്യപ്പ സംഗമം പ്രതികൂലമായിട്ട് ബാധിക്കരുതെന്നുള്ള കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക പരിഗണനകൾ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായിട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത്, നേരത്തെ തന്നെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രിവിലേജ് കാർഡ് അടക്കം ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിഗണന, അത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ അടക്കം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് വെച്ചിരുന്നു. അതിനാണ് ഒരു തടയിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത്, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കോ അല്ലെങ്കിൽ ആ വരുന്ന ക്ഷണിതാക്കൾക്കോ യാതൊരു കാരണവശാലും ഒന്നിന്റെയും പുറത്തും ഒരു പ്രത്യേക പരിഗണന നൽകുവാൻ പാടുള്ളതല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അത് കർശനമായിട്ട് തന്നെ പാലിക്കണമെന്നും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതി എടുത്ത് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള സുതാര്യത അത് ഉറപ്പാക്കണം എന്നുള്ളതാണ്. അതായത്, നേരത്തെ ആദ്യഘട്ടം മുതൽ തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഏകദേശം സ്പോൺസർഷിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ പിരിക്കുവാനായിട്ടുള്ള ഒരു നീക്കവും സമീപനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് ഹർജിക്കാർ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. അക്കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ ഹൈക്കോടതിക്കും ചില ആശങ്കകളും സംശയങ്ങളും ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കാനായിട്ട് സർക്കാരിനോ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനോ സാധിച്ചിരുന്നതല്ല. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സാമ്പത്തിക വരവ് ചെലവുകളുടെ കണക്ക് അത് കൃത്യമായിട്ട് ഉറപ്പാക്കണം, ഈ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഫണ്ടിങ്ങും അത് സുതാര്യമായിരിക്കണം എന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടി അനൗൺസ് ചെയ്ത അന്ന് മുതൽ ഭക്തർ, പ്രധാനമായും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, എന്താണ് ഈ സർക്കാരിൻ്റെ ഉദ്ദേശം? ഇത് ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തതയില്ല. ശബരിമലയുടെ മാസ്റ്റർ പ്ലാനാണ്, ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവരെ വലിയ വിശ്വാസമില്ല. അതൊരു വശത്തുണ്ട്. എങ്കിൽ പോലും അതിലേക്ക് കൃത്യമായി തന്നെ വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഈ വിധി പറയവേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധി പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഏതെങ്കിലും വാക്കാലൊരു പരാമർശം ഉണ്ടായിരുന്നോ? ശ്യാം, നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ തന്നെയാണ്. അതിൽ കൃത്യമായിട്ട് വിധി പ്രസ്താവന നടത്തിയ സമയത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ആ വിധി പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ എത്രത്തോളം ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാകുകയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ടും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് കർശനമായിട്ടുള്ള എല്ലാ ചിട്ടകളും എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്താൻ എന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഹൈക്കോടതി സംശയിച്ചത്, ഈ സാമ്പത്തികമായിട്ട് ഇത്രയും പണം അത് സ്വരൂപിച്ചുകൊണ്ട് അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്
അത് പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർക്കടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വ്യക്തതയില്ല. ഇതിന്റെ സാമ്പത്തിക സമാഹരണം അത് ഏത് വിധത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോവുക, ഒപ്പം തന്നെ വരുന്ന പണം എവിടെ നിന്ന്, ആ പണം എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അത് പിന്നീട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള മറുപടി പറയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് റിപ്പോർട്ട് അടക്കം സ്പെഷ്യൽ കമ്മീഷൻ മുഖേന സമർപ്പിക്കണമെന്നുള്ള, അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു മേൽനോട്ടം കൃത്യമായിട്ട് വഹിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സ്പോൺസർഷിപ്പിലൂടെ പിരിക്കുന്ന തുക അത് ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുമെന്നുള്ള വാക്കാലും അതോടൊപ്പം തന്നെ മറ്റു ചില രീതിയിലുമുള്ള നിലപാട് മാത്രമാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് എത്രത്തോളം തുക സമാഹരിക്കും, ആ തുക എങ്ങനെയാണ് മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക, അതിലൊന്നും തന്നെ സർക്കാരിന് വലിയ കൃത്യതയൊന്നുമില്ല. അത് സംബന്ധിച്ചുള്ള പദ്ധതി ആസൂത്രണം ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല. എന്തായാലും അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ പിരിക്കും, ആ പണം ഉപയോഗിച്ച് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ള വാക്കാലുള്ള ഒരു വാഗ്ദാനം മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ളത് ഹൈക്കോടതിയുടെ ഈ അനുമതി നൽകിയ സമയത്തുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് പാലിക്കണമെന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ അത് തോന്നിയതുപോലെ സാമ്പത്തികം പിരിക്കുവാനോ സാമ്പത്തികം ചെലവഴിക്കുവാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇനി സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തും, ഒപ്പം തന്നെ അതിന്റെ സുതാര്യമായിട്ട് കണക്കുകൾ വീണ്ടും അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ്. അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് അരുൺ ഉൾപ്പെടെയുള്ളവർ ഈ ധർമ്മ സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണ് തുറന്ന് സന്നിധാനത്തുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നു. ഈ ഒരു ഉദ്ദേശത്തിൽ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശം അത് കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ അയ്യപ്പ ഭക്ത സംഗമം ഇത് ആദ്യ സമയം പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു വിഷയം ജനം ടി വി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആദ്യ സമയങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒഴിവാക്കി ദേവസ്വം മന്ത്രി തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലോകത്തുള്ള അയ്യപ്പ ഭക്തരെ അണിനിരത്തി പമ്പയിൽ ഒരു സംഗമം നടത്തുന്നു. ശബരിമലയുടെ സമഗ്രമായ വികസനമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമൊക്കെ തന്നെ നടത്തിക്കൊണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ വാർത്താ സമ്മേളനമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം പ്രധാന അതിഥിയെ ക്ഷണിക്കാനായി പോകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളൊക്കെ തന്നെ അയ്യപ്പ ഭക്തർക്ക് നൽകുന്നു എന്ന പേരിൽ തന്നെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നുള്ള കൃത്യമായ അക്കമിട്ട് നിരത്തിയ ഓരോ ചോദ്യങ്ങളും നമ്മൾ മുന്നോട്ട് ചോദിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ ഈ സർക്കാരിന് എന്താണ് ഈ ഒരു ധാർമ്മികമായ ഒരു ചുമതല ഈ ഒരു സംഗമം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം 2018 അനുഭവങ്ങൾ അല്പസമയങ്ങൾക്ക് മുമ്പ് ശശികല ടീച്ചർ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ഭക്തരെ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാൻ, ശബരിമലയുടെ പവിത്രമായ ആചാരം സംരക്ഷിക്കാൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആചാരം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി സമരം ചെയ്ത് നാമം ചെയ്ത ഭക്തരെ പിടിച്ച് വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അറസ്റ്റ് ചെയ്യുകയും തല്ലിച്ചതയ്ക്കുകയും ഒക്കെ ചെയ്ത കാഴ്ചകളൊന്നും തന്നെ നമ്മൾ മറന്നിട്ടില്ല. ആ സർക്കാർ തന്നെ ഇവിടെ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ധാർമ്മികത, അതായത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യാമൂലം, യുവതീ പ്രവേശനത്തിന് അനുകൂലമാകുന്ന ആ സത്യാമൂലം കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുമ്പോൾ ഇപ്പുറത്ത് പമ്പാ നദീതീരത്ത്, പവിത്രമായ പമ്പാ നദീതീരത്ത് ഇവിടെ ശബരിമലയുടെ സമഗ്ര വികസനം എന്ന പേരിൽ ഒരു സംഗമം നടത്തുന്നു. 3000-ലധികം അയ്യപ്പ ഭക്തരെ അണിനിർത്തി ഒരു സംഗമം നടത്തുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്ന് നാമം ജപിച്ചതിൻ്റെ പേരിൽ തെരുവിലിറങ്ങിയതിൻ്റെ പേരിൽ കേസെടുത്ത അയ്യപ്പ ഭക്തർക്ക് ആ കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ പല ആവർത്തി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ഹൈക്കോടതി അടക്കം കൃത്യമായി പറഞ്ഞ ഒരു ചോദ്യം, എന്താണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം? ഈ